ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വിഷു സീരീസിലെ പാലട പ്രഥമൻ ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കിയാലോ. നല്ല പിങ്ക് കളറിലുള്ള പാലട പ്രഥമന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പാല് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുക്കർ നല്ല ക്ലീൻ ആയിരിക്കാൻ ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കറിയൊക്കെ ഉണ്ടാക്കുന്ന കുക്കർ 2-3 പ്രാവശ്യം നമുക്ക് വെള്ളം തിളപ്പിച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ചോറുണ്ടാക്കുന്ന കുക്കറാണെങ്കിൽ അതെടുത്താൽ മതിയാകും. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്ക് കുക്കർ വെയിറ്റ് ഇട്ട് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ വരെ കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ 1 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അട എടുക്കണം. അരി അടയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് അട ഇട്ട് കൊടുക്കാം. ഇനി ഈ അടയും വെള്ളം കൂടെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്ക് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പൊ 20 മിനിറ്റിന് ശേഷമാണ് ഞാൻ ലിഡ് ഓപ്പൺ ചെയ്യുന്നത്. അടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. 5 മിനിറ്റ് തിളപ്പിച്ചെടുത്ത ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്കിന് അടയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വരും. അടയിനെ നമുക്ക് ഊറ്റി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ അടയെല്ലാം സ്ട്രെയിനറിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞിരിക്കും. ഇനി നമുക്കൊരു ഉരുളിയിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ അരി അടയാണ് എടുത്തിരിക്കുന്നത്. മട്ട അരി വെച്ചിട്ടുള്ള അരിയട എടുത്താലും മതിയാകും. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അടയിലേക്ക് എളുപ്പം പഞ്ചസാര പിടിക്കാനായിട്ടാണ് ഇതിലേക്ക് കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിനി പിങ്ക് കളർ ആക്കിയിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. 1 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിരുന്നു. കുക്കറിന്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെ നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയെ കൂടെ അരിച്ച് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന അടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിച്ചൊഴിക്കണം. അപ്പൊ ഈ പാലിനകത്ത് പാടയൊക്കെ ഉണ്ടാവും, അത് പോകാനായിട്ടാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നത്. ഇനി ഈ അടയും പാലൂടെ നന്നായിട്ട് കുറുകി ഒന്ന് വറ്റി വരണം. ഇതുപോലെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അട എല്ലാം കൂടെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പാലൊഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ല അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ മധുരത്തിലേക്ക് ഉപ്പ് ഇടുമ്പോൾ എല്ലാം കൂടെ ടേസ്റ്റ് നല്ല ബാലൻസ് ആയിട്ട് വരും. ഇപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞ ശേഷം നമ്മുടെ പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കുന്നത് തന്നെ വളരെ എളുപ്പമാണ്. നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷുവിന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.